وبركاته. الحمد لله الذي نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖത്തീബ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വിശദീകരിച്ചത്. ബാഖിയാത്തുസ് സ്വാലിഹാത്തിലെ മൂന്നാമത്തെ കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അതിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. നമുക്കറിയാം, സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുകയും അത് പ്രബോധനം നടത്തുകയും ചെയ്യുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ വരെ എതിരാളികളായി മാറും എന്നതാണ് യാഥാർത്ഥ്യം. അതിനേറ്റവും മഹത്തായ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് വരെ മക്കയിലെ സ്വന്തക്കാരുടെ ഇടയിൽ വളരെ ഇഷ്ടപ്പെട്ടവനും സ്നേഹിക്കപ്പെട്ടവനുമായിരുന്നു. എല്ലാറ്റിനും മുഹമ്മദ് എന്ന ആ മഹാൻ, ആ ഇഷ്ടപ്പെട്ട ആ മഹാൻ വേണ്ടിയിരുന്നു. അൽ അമീൻ എന്ന് അവർ ഓമനപ്പേരിട്ട് വിളിച്ചു. സത്യസന്ധനായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മഹാൻ. അങ്ങനെ 40 വയസ്സായി. 40 വയസ്സായപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അഥവാ ദഅവത്ത്, പ്രബോധനം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിക്കുകയാണ്. സഫാ മലയുടെ ചെരുവിലേക്ക് ആദ്യമായി സ്വന്തം കുടുംബക്കാരെ വിളിച്ചു വരുത്തി. നമുക്കറിയാം, പ്രബോധനം തുടങ്ങുമ്പോൾ സ്വന്തത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം അവനവൻ നിർവഹിക്കുകയും പിന്നീട് സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുകയുമാണ് ചെയ്യേണ്ടത്. ആ ശൈലി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വീകരിച്ചത്. കുടുംബക്കാരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ പ്രവാചകൻ ഒരു പരീക്ഷണവും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. നബിയെ അവർക്ക് വിശ്വാസമുണ്ടോ എന്ന് ഒന്നുകൂടെ പരീക്ഷിക്കണം. സുല്ല ചോദിച്ചത്, ഈ മലയുടെ, സഫാ കുന്നിൻ്റെ പിന്നിലൂടെ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ അവർ പറഞ്ഞു, മുഹമ്മദെ, ഞങ്ങൾ വിശ്വസിക്കും. കാരണം നീ കളവ് പറയാറില്ല, നീ വഞ്ചിക്കാറില്ല, നീ അല്ലമീനാണ്, വിശ്വസ്തനാണ്. അപ്പൊ ഒരു കാര്യം നീ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഉണ്ട് എന്നാണ്, സത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കാതിരിക്കില്ല എന്ന് അവർ പറഞ്ഞു. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യമാണ് അവരോട് പറഞ്ഞത്. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ഒന്ന്, അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇതുവരെ നിങ്ങളെ കൂടെയുള്ള ഒരു മുഹമ്മദായിരുന്നു, ഇനി ഞാൻ അങ്ങനെയല്ല, ഇനി മുഹമ്മദുർ റസൂലുള്ളയാണ്. അള്ളാഹിന്റെ റസൂലായ മുഹമ്മദാണ്, ഞാനൊരു വെറും മുഹമ്മദല്ല, അള്ളാഹിന്റെ ദൂതനാണ്. അള്ളാഹു എന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അഥവാ ഇനി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ, മതപരമായ വിഷയങ്ങളൊക്കെ എൻ്റെ അഭിപ്രായം അനുസരിച്ച് പറയുന്നതല്ല, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് പറയുന്നതാണ്. രണ്ടാമത്തെ സംഗതി, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ബിംബങ്ങളൊക്കെ ഒഴിവാക്കുകയും ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നത്തെ വിഷയം, ഇന്ന് ബഹുമാനപ്പെട്ട ഖത്തീബ് പറഞ്ഞ വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
മൂന്നാമത് പറഞ്ഞത്, നിങ്ങൾ ഈ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, രണ്ടാമതൊരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം. ഈ ജീവിതം യഥാർത്ഥമല്ല, ഇതൊരു പരീക്ഷണം മാത്രമാണ് ജീവിതം, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അതിന് കണക്ക് റിസൾട്ട് നോക്കിയിട്ട് പ്രതിഫലം നൽകുന്ന ദിനമാണ് പരലോകം. അങ്ങനെ ഒരു പരലോക ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായി നമ്മൾ മറുപടി പറയേണ്ടതുണ്ട്. ഈ 3 സന്ദേശമാണ് അവരോട് പ്രവാചകൻ ആ കുടുംബക്കാരോട് നൽകിയത്. ഇത് കേട്ടപ്പോഴാണ് ആളുകളുടെ ഇടയിൽ ഹാലളക്കുണ്ടായത്, പ്രശ്നങ്ങൾ തുടങ്ങിയത്. സ്വന്തം കുടുംബക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ഖുർആൻ പരാമർശിച്ച അബ്ദുൽ ഉസ്സ, ഇന്ന് ബഹുമാനപ്പെട്ട ഖതീബ പശ്ചാത്തലം വിശദീകരിക്കുകയുണ്ടായി. അബ്ദുൽ ഉസ്സ എന്ന ആ മനുഷ്യൻ, അഥവാ വാപ്പായും ഉമ്മായും ഒക്കെ ഓമന പേരിട്ട് വിളിച്ച അബൂലഹബ്, സ്വന്തം കുടുംബക്കാരൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനെതിരിൽ ആക്രോശിക്കുകയാണ്. തബ്ബല്ലക യാ മുഹമ്മദ് അലി ഹാദാ ജമഅതന, മുഹമ്മദെ നിനക്ക് നാശം, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? നോക്കൂ നിങ്ങൾ, എത്ര സ്നേഹത്തിൽ ജീവിച്ച ആളാണ് പ്രവാചകൻ. അതുവരെ അവരുടെ ഇടയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാള്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാള്. അവർ പാരമ്പര്യമായി ആചരിച്ചു പോരുന്ന ആചാരങ്ങൾക്കെതിരെ, വിശ്വാസാചാരങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോ അദ്ദേഹം ശത്രുവായി മാറുന്നു. അതേ പദമെടുത്തുകൊണ്ടാണ് അള്ളാഹു സൂറത്തുൽ ലഹബ് ഇറക്കിയത്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിലാണ് ആ സൂറത്ത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂലഹബിന് നാശം, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലക്കും നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ഇറങ്ങുന്നത്. ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട് ഇവിടെ. എന്താണ് ആ മെസ്സേജ്? എന്താണ് ആ സന്ദേശം? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നാലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരായിരുന്നാലും ഓരോരുത്തരും ആചരിച്ചു പോരുന്ന വിശ്വാസാചാരങ്ങൾ, പ്രത്യേകിച്ച് പാരമ്പര്യമായി തുടർന്നു പോരുന്ന ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതിനെതിരെ ശബ്ദിച്ചാൽ എത്ര പ്രിയപ്പെട്ടവരും എതിരാളികളായി മാറും എന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. അതാണ് പ്രവാചകന്റെ ചരിത്രം. അല്ലെങ്കിൽ നബിനെ എന്തിനാ അവർ എതിർത്തത്? റസൂൽ ആരെയും ചീത്ത പറഞ്ഞോ? ആരെങ്കിലും സ്വത്തെടുത്തോ? ആരെങ്കിലും ഉപദ്രവിച്ചോ? ആരെങ്കിലും വേറെ രൂപത്തിൽ എന്തെങ്കിലും ആക്രമിച്ചോ? ഇല്ല. പ്രവാചകൻ പറഞ്ഞ 3 സന്ദേശം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ബഹുമാനപ്പെട്ട ഖതീബ് ബാഖിയാത്തു സ്വാലിഹാത്തിൽ വിശദീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വിജയം, 2 ലോകവും കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പരലോകം മാത്രമല്ല, ഇഹലോകത്തും വിജയിക്കാൻ കഴിയുന്നതാണ്. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഷ്ടപ്പാട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നു. മക്ക വിജയിക്കുന്നു. ഫത്ഹു മക്ക ചരിത്രത്തിൽ കാണാം, മക്ക വിജയം. ആ മക്ക വിജയമുണ്ടായ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ താക്കോല് വാങ്ങി കഅബ തുറന്നു നോക്കിയപ്പോൾ 300 ചില്ലാനം ബിംബങ്ങളാണ് ആ പരിശുദ്ധ കഅബന്റെ ഉള്ളിലുള്ളത്. അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ലോകത്ത് നിർമ്മിച്ച ആ വീട്, അതിന്റെ ഉള്ളിൽ നിർമ്മിച്ചത്, അതിന്റെ ഉള്ളിൽ നാട്ടപ്പെട്ടത്, പൂജിക്കപ്പെടുന്ന ബിംബങ്ങളാണ്. അതിൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അടക്കം ബിംബങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ആലോചിച്ചു, എത്ര ഖേദകരമായൊരു വസ്തുതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് റസൂലുള്ളാഹി ഒക്കെ തട്ടിപ്പൊട്ടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി, ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. തീർച്ചയായും സത്യം ജയിക്കും, അസത്യം പരാജയപ്പെടും, അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സത്യമാണ് ജയിക്കുക, അസത്യം പരാജയപ്പെടും. അസത്യം പരാജയപ്പെടേണ്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക ഭരണം ഉണ്ടായി അവിടെ, ഇസ്ലാമിക ഭരണം പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അലി, നീ ഈ മക്കയുടെ പരിസരത്തിലൂടെ നടക്കുക, എന്നിട്ട് 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, നാട്ടപ്പെട്ട ബിംബങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. അതുപോലെ തന്നെ ഉയർത്തപ്പെട്ട കബറുകൾ അതും തട്ടി നിരത്തുക. കബർ ഒരു ചാൺ മാത്രം ഉയരേണ്ടാവാൻ പാടുള്ളൂ, കബറാണെന്ന് അറിയാൻ. കാരണം കബറിന് മുകളിൽ കൂടെ നടക്കാൻ പാടില്ല, അതിന്മേൽ തുപ്പാൻ പാടില്ല, അതിന്മേൽ ഇരിക്കാൻ പാടില്ല, അതിന്മേൽ നിസ്കരിക്കാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല കബറിന്റെ അടുത്ത്. അതുകൊണ്ട് കബറാണെന്ന് അറിയണം.
ഭൂമിയിൽ നിന്നൊരു ഹമ്പ് പോലെ ഒരു ചാൺ ഹൈറ്റിൽ മാത്രം കബർ നിർത്തുക. ബാക്കി ഉയർത്തപ്പെട്ട കബറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പൊളിക്കാൻ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇതേ സന്ദേശം അദ്ദേഹം അബുൽ ഹയ്യാജുൽ അസദി എന്ന സഹാബിയെ വിളിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. 4ാമത്തെ ഖലീഫയായി ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തൊരു പണിയതാണ്. പണ്ട് അള്ളാന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അബുൽ ഹയ്യാജുൽ അസദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇതേമാതിരി ഉയർന്നു നിൽക്കുന്ന കബറുകൾ തട്ടി നിരപ്പാക്കാനും ബിംബങ്ങൾ തട്ടിപ്പൊട്ടിക്കാനും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരും ലോകത്തില്ല എന്നാണ്. ഒരാരാധനയില്ല. ലാ ഇലാഹ, ഒരു ഇലാഹു ഇല്ല. ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. ആരാധന ആർക്കാണോ ചെയ്യുന്നത് അവൻ ആരാധ്യൻ. അഥവാ ഇബാദത്ത് ആർക്കാണോ ചെയ്യുന്നത് അവൻ ഇലാഹ്. ആരാധന അള്ളാന്റെ റസൂൽ വിശദീകരിച്ചു, അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥനയാണ് ആരാധന. ഇത് അള്ളാന്റെ റസൂൽ വിശദീകരിച്ചതാ. അഥവാ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു. അപ്പൊ പ്രാർത്ഥന ആരാധനയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അള്ളാഹിനെ ആരാധിക്കൽ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ഏതാണെങ്കിലും അവരെ ആരാധിക്കലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഉശിറ അന്നാസു കാനൂ ലഹും അഅദാഹൻ വഹും മൻ ഇബാദതിഹിം കാഫിരീൻ. ഏറ്റവും പിഴച്ച ആളായിട്ട് ആരാളുള്ളത്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി, അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവനേക്കാളും പിഴച്ചവനായി ലോകത്ത് ആരാണുള്ളത്? ഏറ്റവും വലിയ പിഴവത അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പിഴവ്. അതിനേക്കാൾ വലിയ പിഴച്ചവൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കണം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി. അവര് ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അത് നിഷേധിക്കുന്നതാണ് പരലോകത്ത് വരുമ്പോൾ. ആരോട് പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, അവരത് അറിയില്ല. മരിച്ചവർ കേൾക്കൂല. ഖുർആൻ പറഞ്ഞ കാര്യമാണ്, മരിച്ചവർ കേൾക്കൂല. നമ്മളെ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മരിച്ചുപോയ ആളുകൾ ശുഹദാക്കന്മാർ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ കേൾക്കുന്നതാണ്. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് വലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞത് വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, അവരതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവർ മരിച്ചുപോയ ആളുകളാണ്, അവരറിയില്ല. വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഉശിറ അന്നാസു കാനൂ ലഹും അഅദാഅൻ. മഹശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇവർ അവരുടെ ശത്രുക്കളായി മാറുന്നതാണ്. ആരോടാണോ പ്രാർത്ഥിക്കപ്പെട്ടത് അവർ ഇവരുടെ ശത്രുക്കളാവുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങളോടാരാ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോ? നിങ്ങൾ എന്തിനാ ഞങ്ങളോട് പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അവരുടെ ശത്രുക്കളായി മാറുമെന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല വഹുമ്മൻ വകാനൂ ബി ഇബാദതിഹിം കാഫിരീൻ, ഇവർക്ക് ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇബാദത്താണെന്ന ഒറ്റ ആയത്തിന് വളരെ ക്ലിയറാണ്. വകാനൂ ബി ഇബാദതിഹിം കാഫിരീൻ, അവർക്ക് ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും. എന്ത് ഇബാദത്താണ് അവർക്ക് ചെയ്തത്? പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇബാദത്ത് അവർ ചെയ്തത്. അതാണ് വമൻ അളല്ലു മിമ്മൻ യദ്ഉ എന്നാണ് തുടങ്ങിയത്. പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാളും ഏറ്റവും പിഴച്ചവൻ ആരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇവർക്ക് ചെയ്ത ഇബാദത്ത് അവർ നിഷേധിക്കുന്നതാണ്. മുഹദ്ദീ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പരലോകത്ത് വരുമ്പോൾ, ബദ്രീങ്ങൾ പരലോകത്ത് വരുമ്പോൾ, റിഫായി ഷെയ്ഖ് പരലോകത്ത് വരുമ്പോൾ ഇവർ വരെ ശത്രുക്കളാവും. നിങ്ങളോടാരാ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു? മാത്രമല്ല മുഹദ്ദീ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹമൊക്കെ മകനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കാണാം. മകനെ നീ ശിർക്ക് ചെയ്യരുത്, അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ മഹാപണ്ഡിതൻ മുഹദ്ദീ ഷെയ്ഖ് എന്ന മഹാപണ്ഡിതൻ കിതാബുകൾ രചിച്ചത്. എന്നിട്ട് അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബി മരിച്ചു പോയപ്പോ ഇബ്രാഹിം നബിയുടെ ബിംബുണ്ടാക്കി ആരാധന നടത്തിയ മുശ്രിക്കുകളെ പോലെ തന്നെ മറ്റൊരു രൂപം, മറ്റൊരു മോഡൽ. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ് അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ മുഴുവനും പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളോട് വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥിക്കാൻ കാണാൻ കഴിയില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ വളരെ ഖേദകരമാണ് അവസ്ഥ. വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നുപോയി. അതാണ് ബഹുമാനപ്പെട്ട ഖതീബ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന് പറയാൻ കാരണം. വിശുദ്ധ ഖുർആൻ ഒരാൾ കൃത്യമായി പഠിച്ചാൽ അയാൾക്ക് ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. മാത്രമല്ല ബഹുമാനപ്പെട്ട ഖതീബ് പറഞ്ഞല്ലോ, ആദ്യം ഇറങ്ങിയ സൂറത്ത്, പിന്നെ ഇറങ്ങിയ സൂറത്ത് യാ അയ്യുഹൽ മുസമ്മിൽ അദ്ദേഹം ഓതി, ഇഖ്റ ബിസ്മി അദ്ദേഹം ഓതി. അതിലൊക്കെ അള്ളാഹു റബ്ബാണ് എന്നുള്ള ബോധം ആളുകളുണ്ടാക്കി. എന്താണ് ആ ബോധം? എനിക്കൊരു രക്ഷിതാവുണ്ട്,
അത് എൻ്റെ റബ്ബാണ്, എൻ്റെ അള്ളാഹുവാണ്. അള്ളാഹു എൻ്റെ രക്ഷിതാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അയാളെങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക? എൻ്റെ വിഷയം രക്ഷിക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, എൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുന്ന എനിക്കൊരു രക്ഷിതാവുണ്ട്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവനാണ് പരിഹരിക്കുക, അവൻ മാത്രമാണ് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ അള്ളാഹു ഇല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കും? അപ്പൊ അള്ളാഹു ഇല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ രക്ഷിതാവിന് മുഴുവൻ കഴിയില്ല എന്നല്ലേ? എൻ്റെ റബ്ബായ അള്ളാഹുവിന് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിയില്ല, വേറെ കുറച്ച് ആൾക്കാരും കൂടെ അതിന് സഹായിക്കാൻ വേണം എന്നതല്ലേ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് അവർക്ക് സ്വർഗം നിഷിദ്ധാണെന്ന് ഖുർആൻ പറയാൻ കാരണം. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. എല്ലാ കുറ്റങ്ങളും അവൻ പൊറുക്കും, പക്ഷേ അവനിൽ ശിർക്ക് വെച്ചാൽ അള്ളാഹു പൊറുക്കൂല എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ അത് അള്ളാഹു പൊറുക്കൂല. ബാക്കിയുള്ള കുറ്റങ്ങളൊക്കെ പടച്ചവൻ പുറത്തു തരാം. ഇത് ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു പുറത്തു തരൂല. അവർക്ക് സ്വർഗം നിഷിദ്ധം. ഹറം അലൈഹിൽ ജന്ന എന്നാണ് ഖുർആൻ പറഞ്ഞത്. സ്വർഗം നിഷിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? മുസ്ലിം സമൂഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നപ്പോ വിശ്വാസപരമായ തകരാറുകൾ പറ്റി വിശുദ്ധ ഖുർആൻ ഓതി, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കിയാൽ ഒരിക്കൽ പോലും ഒരു വിശ്വാസി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 17 വട്ടാണ് പടച്ചവനോട് ചെയ്യുന്ന കരാറ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിശ്വാസി നിർബന്ധമായിട്ട് 5 നേരം നിസ്കരിക്കണമല്ലോ. 5 നേരം നിസ്കരിക്കാൻ 17 വട്ടാണ് അയാൾ. 17 റക്കായത്താണ്. 17 റക്കായത്തിലും ഫാത്തിഹ നിർബന്ധം. ഓരോ ഫാത്തിഹ ഓതുമ്പോഴും അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് കരാറ് ചെയ്യണം. എഗ്രിമെന്റ് ആണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് കരാറാണ് പടച്ചവനോട്. പടച്ചവനും അതിന് ശേഷം പറയുന്ന മറുപടി നബി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്. പടച്ചവൻ പറയണത് പറയുമ്പോൾ നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റാ. അതുകൊണ്ട് ഇനി അവൻ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കാന്നാണ്. പിന്നെ നമ്മൾ ചോദിക്കാൻ തുടങ്ങുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ എഗ്രിമെന്റ് മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പൊട്ടിക്കാണ്. ഈ എഗ്രിമെന്റ് കൂട്ടരെ, പടച്ചവനോട് പ്രാർത്ഥിക്കാതിരുന്നാൽ പടച്ചവന് സഹായിക്കാനുള്ള ബാധ്യത ഉണ്ടോ? അള്ളാഹ്ക്ക് നമ്മളെ സഹായിക്കാനുള്ള ബാധ്യത ഇവിടെ എങ്ങനെയുള്ളത്? അള്ളാഹിനോട് പറയുമ്പോഴല്ലേ ഉള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹ്ക്ക് നമ്മളെ സഹായിക്കാനുള്ള ബാധ്യത ഉണ്ടോ? പിന്നെ പടച്ചവൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ എന്താ പടച്ചവന്റെ സഹായം കിട്ടാത്തത്? ഞാൻ പ്രാർത്ഥിക്കുന്ന ആരോടാ? മറ്റവനോടാ? ബദ്രീങ്ങളോടാ? മൊഹദി ഷെയ്ഖിനോടാണ്, റിഫായി ഷെയ്ഖിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ആ റബ്ബിനെ സഹായിക്കണില്ല എന്ന് പറഞ്ഞാൽ അതിന് വല്ല അർത്ഥമുണ്ടോ? 17 വട്ടം ചെയ്യുന്ന കരാറ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ കരാർ ചെയ്താൽ തന്നെ ലംഘിക്കാൻ പാടില്ല. അത് വളരെ കണിച്ചാണ്, വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം പറഞ്ഞത്. ഇന്നൽ അഹദ കാന മസ്ഊല. കരാർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കരാർ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കരാർ, എഗ്രിമെന്റ്. അത് എഴുതണമെന്നൊന്നുമില്ല, വാചകമായിട്ട് പറഞ്ഞാൽ അത് എഗ്രിമെന്റ് തന്നെയാണ്. അത് റബ്ബിനറിയാം. എന്നാൽ റബ്ബിനോട് ചെയ്യുന്ന കരാർ, അതന്നെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചെയ്യുന്ന കരാറുണ്ടല്ലോ, 17 വട്ടം ഒരു ദിവസം ചെയ്യുന്ന കരാർ, അതിൽ വളരെ ലേറ്റാതെ തന്നെ ലംഘിക്കുകയാണ്. സ്കേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വീഴാൻ പോകുമ്പോൾ തന്നെ ബദ്രീങ്ങളെയൊക്കെ ആക്കണേന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറ് കാറ്റിൽ പറത്തുന്ന ഒരവസ്ഥ മുസ്ലിം സമൂഹത്തിലുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. ചിന്തിക്കാത്തവരെ പറ്റി ഖുർആൻ പറഞ്ഞത് നാക്കാലികളെക്കാളും മോശമാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. കണ്ണുണ്ട് കാണാത്ത, കാതുണ്ട് കേൾക്കാത്ത, കൽബുണ്ട് ചിന്തിക്കാത്ത മനുഷ്യൻ അവൻ നാക്കാലികളെ പോലെയാണ്. അല്ല, അതിനേക്കാളും മോശമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. കണ്ണുണ്ടായിട്ട് കാണാത്ത, നോക്കിക്കാണാത്ത, നോക്കിപ്പടിക്കാത്ത, വിശുദ്ധ ഖുർആൻ ഓതാത്ത, അർത്ഥം മനസ്സിലാക്കാത്ത ആളുകൾ, കാതുണ്ടായിട്ട് നല്ല കാര്യങ്ങൾ, നല്ല ഉപദേശങ്ങൾ കേൾക്കാത്ത ആളുകൾ, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ. ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നുമല്ല, ദുനിയാവിന്റെ എല്ലാ വിഷയം ചിന്തിക്കും. വീടുണ്ടാക്കണ ചിന്തിക്കും, പറമ്പ് വാങ്ങണ ചിന്തിക്കും, ബിസിനസ് ചിന്തിക്കും, എല്ലാറ്റിനെ പറ്റി ചിന്തിക്കും. എല്ലാ സമയത്തും അതിനെ പടി. അള്ളാന്റെ വിഷയം പറയുമ്പോൾ ചിന്തിക്കാൻ കഴിയില്ല ആൾക്കാർക്ക്. അതാണ് അതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് പറയുന്നത്. അതല്ലേ വലിയ വലിയ ആൾക്കാർ, ഇന്ത്യയിലെ വലിയ വലിയ ആൾക്കാർ, പല ആൾക്കാരുടെയും കാല് കഴുകി വെള്ളം കുടിക്കണം. IPS ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ. എന്താ ചിന്തിക്കാൻ കഴിയാത്തോണ്ടാ? ചിന്തിക്കൂല.
മതപരമായ വിഷയം വരുമ്പോൾ ചിന്തിക്കൂല. അത് വേറെ ആൾക്കാർക്ക് തലയിൽ പണയം വെച്ചിട്ട് ഇവരിങ്ങനെ നടക്കും. എന്നാൽ ഇവര് വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ വിവരമുള്ള ആൾക്കാരും പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകളുണ്ട്. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആളുകളാണ്. പക്ഷേ ഉന്നതന്മാരായ ആളുകൾ പലരെ മുന്നിലും കുമ്പിട്ട് തലകുത്തി നിൽക്കുകയാണ് ആൾക്കാർ. നിങ്ങൾ ആലോചിച്ചു എത്ര വലിയ മോശമായിട്ടാണ് ഖുർആൻ. നാക്കാലികളെക്കാളും മോശം എന്നാണ് ഖുർആൻ ഇവരെ പറ്റി പറഞ്ഞത്. ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ. പടച്ചവന്റെ വിഷയം ചിന്തിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞ ചിന്തിക്കാൻ? നിങ്ങളെന്താ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ബുദ്ധി തന്നിട്ടില്ലേ? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്താ നിങ്ങൾ ആലോചിക്കാത്തത് എന്ന് ഖുർആൻ അടിക്കടി വിശ്വാസികളെ ഉണർത്തുന്നുണ്ട്. ഒരു ദർഗയുടെ പരസ്യം നിങ്ങൾ കണ്ടില്ലേ? പത്രത്തിൽ ഒരു ദർഗയുടെ പരസ്യം. എല്ലാ മുറാദുകളും എല്ലാ കാര്യങ്ങളും അവിടേക്ക് നേർച്ചയാക്കിയാൽ അത് പരിഹരിക്കപ്പെടുന്നു, ഹാസിലാവും. മുറാദുകൾ ഹാസിലാകുന്ന ഒരു ദർഗ കേരളത്തിലുണ്ട്. വലിയ പരസ്യങ്ങൾ കാണാം അതിന്റെ നേർച്ചയോടനുബന്ധിച്ച്. എന്ത് പ്രശ്നങ്ങളും അതിൽ ഓരോന്ന് പറയുന്നുണ്ടോ. എന്ത് പ്രശ്നങ്ങൾ മാനസികവും ശാരീരികവും രോഗസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും പരിഹരിക്കാൻ അവിടെ പ്രശ്നം. അവർക്ക് നേർച്ചയാക്കിയാൽ മാത്രം മതി. തൊട്ടടുത്ത് തന്നെ ഓരോ ഹോസ്പിറ്റലിൽ ഒരു പരസ്യമുണ്ട്. ഒരുപാട് ഡോക്ടർമാർ വെച്ചുകൊണ്ട് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുള്ള ഹോസ്പിറ്റൽ. മനുഷ്യരെ ബുദ്ധിയുള്ള ആളുകൾക്ക് ആലോചിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു ദർഗ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഹോസ്പിറ്റൽ? ഇത്ര വലിയ എക്സ്പെൻസീവായ വളരെ ബുദ്ധിമുട്ടി ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ എന്തിനാ? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റൽ? ചിന്തിക്കൂല ആൾക്കാർ, അതിനെപ്പറ്റി ആലോചിക്കൂല. ചിന്തിക്കാത്ത മനുഷ്യരെ പറ്റി ഖുർആൻ പറഞ്ഞ ഉപമ എത്ര മോശമായിട്ടാണ് ഉപമിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുകയും നമ്മളുടെ പരലോകം നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ചവനാണ് നമ്മളെ റബ്ബ്, പടച്ചവനാണ് എൻ്റെ റബ്ബ്, പടച്ചവനാണ് എൻ്റെ രക്ഷിതാവ്. അവനാണ് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക, വേറെ ആർക്കും പരിഹരിക്കാൻ കഴിയില്ല. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല, റബ്ബിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ദുആ ചെയ്യുക, അള്ളാഹുവിന് മുമ്പിൽ സങ്കടം പറയുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈമാൻ കിട്ടി മരിക്കുന്ന സ്വാലിഹുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളെ കൂട്ടത്തിൽ മാനസികവും ശാരീരികവുമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്. ജോലിയില്ലാത്തവരും ജോലിയിൽ പ്രയാസപ്പെടുന്നവരുമുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ, എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പടച്ച റബ്ബിന് മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ബർക്കത്ത് കൊണ്ടും എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള അവസ്ഥയും സാഹചര്യവും ഒരുക്കി തരുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.